Good morning students. +2 അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്ലബിന്റെ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും എല്ലാ മാസവും ഒരു നിശ്ചിത തുക സബ്സ്ക്രിപ്ഷൻ ആയിട്ട് അല്ലെ വരിസംഖ്യയായിട്ട് കളക്ട് ചെയ്യും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് റവന്യൂ ഇൻകമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻ. ഈ സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ട്രീറ്റ്മെന്റ്സ് കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടിയ തുക എത്രയാണ് നമ്മുടെ റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഉണ്ടാവും. ഈ വർഷം മൊത്തത്തിൽ കിട്ടിയത് അക്കൗണ്ടിംഗ് ഇയർ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണെങ്കിൽ ആ കാലയളവിൽ കിട്ടിയ സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവും. ആ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന എമൗണ്ട് ഈ വർഷം കിട്ടിയ എമൗണ്ട് മുഴുവനും നമുക്ക് ഈ വർഷത്തെ ഇൻകം ആയിട്ട് കാണിക്കാൻ സാധിക്കില്ല. കാരണം ഈ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ വർഷത്തെ പൈസ ഇനിയും കുടിശ്ശികയായിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവണമെന്നില്ല. ക്ലോസിംഗ് ഡേറ്റ് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷൻ ഈ വർഷത്തെ തരാത്തോണ്ടാവും. അത് അപ്പം ഈ വർഷം കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അപ്പം ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ട്, കിട്ടാനുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ബിഗിനിങ്ങിൽ നോക്കുമ്പോഴും കഴിഞ്ഞ വർഷം കഴിഞ്ഞ അക്കൗണ്ടിങ്ങിന്റെ അവസാനം അല്ലെങ്കിൽ ഈ ബിഗിനിങ്ങിൽ കുറച്ച് വ്യക്തികൾ പണം തരാനുണ്ടായിരുന്നിരിക്കാം. അപ്പൊ അത് ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കിട്ടേണ്ടതാണ്, കിട്ടാനുണ്ടായിരുന്നു. ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന വർഷത്തെ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ചില മെമ്പേഴ്സ് ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് പണം തന്നു എന്ന് വരാം. അത് അക്കൗണ്ടിങ്ങിന്റെ ഓപ്പണിംഗ് തന്നെ ചിലപ്പം കഴിഞ്ഞ വർഷം തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഓരോ വ്യക്തികളും തരേണ്ടത്. അതുകൊണ്ട് ചില വ്യക്തികൾ കഴിഞ്ഞ വർഷം തന്ന കൂടെ ഈ വർഷത്തേക്ക് വേണ്ടി തന്നിട്ടുണ്ടാകാം. നമ്മളിപ്പോൾ കണക്കുകൾ തയ്യാറാക്കുന്ന വർഷത്തേക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അന്നത്തെ ഇൻകമായിട്ട് കാണിക്കില്ല, അത് അവിടെ ലെസ് ചെയ്തിട്ടുണ്ട്. ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്തിട്ട് ഓപ്പണിംഗിൽ അഡ്വാൻസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഈ വർഷത്തേക്ക് വേണ്ടി തന്നത് അഡ്വാൻസ് ആയിട്ടുണ്ടാവും. ഇതുപോലെ ഈ വർഷം ചിലപ്പോൾ ചില മെമ്പേഴ്സ് അഡ്വാൻസ് തന്ന സബ്സ്ക്രിപ്ഷന്റെ കൂടെ അഡ്വാൻസ് എമൗണ്ട് ഉണ്ടാവാം. ഈ വർഷം അഡ്വാൻസ് ആയിട്ട് തന്നാണെങ്കിൽ അത് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുൻകൂട്ടി തന്നാണ്. അപ്പൊ ഈ വർഷം അഡ്വാൻസ് ആയിട്ട് തരുന്നത് ഏത് വർഷത്തേക്കായിരിക്കും, അടുത്ത വർഷത്തേക്കാണ്. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളുടെ ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കുകയാണെങ്കിൽ ഇത് 2 തരത്തിൽ പ്രാധാന്യമുണ്ട്. കാരണം 5 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിക്കാം. കൂടാതെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനകത്ത് പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ആ പ്രോബ്ലത്തിലും ഈ സബ്സ്ക്രിപ്ഷന്റെ ട്രീറ്റ്മെന്റ് കയറി വരും. അങ്ങനെ ഒരു 7 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന, ഉറപ്പായിട്ടും എക്സാമിൽ ചോദിക്കുന്ന ടോപ്പിക്കാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രം ദ ഫോളോവിംഗ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് 5 മാർക്കിന്റെ രീതിയിൽ ചോദിച്ചാൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എങ്ങനെ എഴുതുന്നതെന്നും പറയും. അപ്പൊ നമുക്കിവിടെ ഓരോ ഐറ്റം വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് അത് ചില ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യേണ്ടതുണ്ടാവും, ചിലത് ലെസ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ നമ്മളത് ബേസ് ആയിട്ട് എടുക്കേണ്ടത്, അതായത് ഏറ്റവും ആദ്യം നമ്മൾ എഴുതേണ്ടത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആണ്. എത്ര രൂപയാണ് ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കിട്ടിയതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ആദ്യമായിരിക്കും പറയുന്നത്, അല്ലെ അവസാനമായിരിക്കും. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് എത്ര രൂപയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ എവിടെ അറിയാം. മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ 9800 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷനാണ് ഇത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അതായത് റെസിപ്റ്റ് സൈഡിൽ ഉണ്ടാവും ടു സബ്സ്ക്രിപ്ഷൻ. അപ്പൊ ആ തുകയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ അത് എഴുതണം. ഈ മെമ്പർഷിപ്പ് subscription received during the year. Subscription received during the year. ഈ വർഷം കിട്ടിയത്
ഈ വർഷം കിട്ടിയ തുക എത്രയാണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിംഗ് ദ ഇയർ 9800. ഇത് നമ്മൾ ബേസ് ആയിട്ട് എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി താഴോട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അത് ഓരോന്നും എന്താന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ കുറയ്ക്കണോ അതോ കൂട്ടണോ എന്ന് നോക്കണം. ഒന്നാമത് നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് ₹1200 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് ആണ്. ഒരു അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 12 months പീരീഡ് ആണ്. നോർമലി അത് ആരംഭിക്കുന്നത് ഏപ്രിൽ 1 ആരംഭിച്ച് മാർച്ച് 31 അവസാനിക്കും. അപ്പൊ ആ ഏപ്രിൽ 1 അല്ലെ ചിലപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ ചിലപ്പോൾ ജനുവരി 1 to ഡിസംബർ 31 ആയിരിക്കാം. എന്തുമായിക്കോട്ടെ, ആ അക്കൗണ്ടിംഗിന്റെ ബിഗിനിങ്ങിൽ ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് ₹1200 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം മാർച്ച് 31, പിറ്റേ ദിവസം ഏപ്രിൽ 1. അപ്പൊ ആ മാർച്ച് 31 ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടാനുള്ളതാണ്. അതാണ് നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിൽ 1 ബാലൻസ് ഇറക്കി എഴുതിയേക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാണ്ട്. അപ്പൊ ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാനുള്ളതെന്ന് പറയുന്നത് ഏത് വർഷമായിരിക്കും? ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ ₹1200 കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ വർഷത്തെ ₹1200 കിട്ടാനുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഈ വർഷം കിട്ടിയപ്പോൾ ആ കുടിശ്ശിക കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളൊരു അസംഷനാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർഷം കിട്ടിയ ₹9800 കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായതിന് 1200 കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് അത് നമുക്ക് ഈ വർഷത്തെ ഇൻകം ആയിട്ട് കാണിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഓപ്പണിംഗ് ഡേറ്റിലെ കഴിഞ്ഞ വർഷത്തെ കിട്ടാനുള്ളതായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഇൻകമാണ്, കഴിഞ്ഞ വർഷം ഡ്യൂ ആയതാണ്. അപ്പം പക്ഷെ അന്ന് കിട്ടിയില്ല, ഇപ്പോഴാണ് കിട്ടുന്നത്. ഇപ്പൊ കിട്ടിയ 9800-നകത്ത് 1200 ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ കഴിഞ്ഞ വർഷത്തെ കിട്ടാനുണ്ടായിരുന്ന ഓപ്പണിംഗ് ഡേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. കാരണം അത് ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷത്തെ കിട്ടാനുള്ളത് ആണ്. അപ്പൊ അത് ഈ വർഷം കിട്ടിയതിനകത്ത് ഉണ്ടാവും. ഇനി അടുത്തത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനമാണ്. ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനമാണ്. അപ്പൊ ആ അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുന്ന സമയത്ത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഒരു എക്സ്പെൻസിന്റെ കാര്യത്തിലാണ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, സാലറി കൊടുക്കാനുണ്ട്, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെയാണ് നിങ്ങൾ സാധാരണ കേട്ടേക്കുന്നത്. എന്നാൽ ഈ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷന്റെ കാര്യത്തിൽ അതുപോലെ പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിന്റെ കാര്യത്തിൽ പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഒരു ഇൻകം ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ടെന്നല്ല, സബ്സ്ക്രിപ്ഷൻ ഒരു ഇൻകമാണ്. ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? കിട്ടുന്നതാണ്. അപ്പം നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ ആണ് മീനിങ് വരുന്നത്. അതൊരിക്കലും നമ്മൾ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന മീനിങ്ങിൽ എടുക്കാൻ പാടില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, അതൊരു ഇൻകമാണ്. അപ്പൊ ആ ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ്, ഇൻകം എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് 1300. ഈ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം ₹1300 കിട്ടാനുണ്ട്, ക്ലോസിംഗ് ഡേറ്റിൽ കിട്ടാനുണ്ട്. ഈ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം കിട്ടാനുണ്ടെങ്കിൽ അത് ഏത് വർഷത്തെ കിട്ടാനുള്ളതാവും? ഈ വർഷത്തെ കിട്ടാനുള്ളതാവും. അത് എന്ത് ചെയ്തിട്ടില്ല? ഈ കിട്ടിയതിനകത്തില്ല, പക്ഷെ ഈ വർഷത്തെ കിട്ടേണ്ടതാണ്. അപ്പൊ ഈ നമ്മൾ അക്രൂവൽ ബേസിസിലാണ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ ഇൻകം അത് കിട്ടിയത് മാത്രം പോരാ, കിട്ടാനുള്ളതും കൂടെ പരിഗണിക്കണം. അതുകൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം? നമ്മൾ ഇത് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇതിനോടുകൂടി ആഡ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്യുന്നു, ക്ലോസിംഗ് ഡേറ്റിലെ ആഡ് ചെയ്യണം. ഇനി സബ്സ്ക്രിപ്ഷൻ അപ്പോൾ കിട്ടാനുള്ള കുടിശ്ശികയായിട്ടുള്ളതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത അഡ്വാൻസ് ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കണം ഏപ്രിൽ 1. അത് അതിന് തലേ വർഷത്തെ മാർച്ച് 31 അഡ്വാൻസ് ആണ്. ഇപ്പൊ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് എടുക്കാം, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി. അപ്പം കഴിഞ്ഞ വർഷം നമുക്ക് അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുൻകൂട്ടി കിട്ടിയാൽ അത് കഴിഞ്ഞ വർഷത്തെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട്, അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അത് കിട്ടാൻ അർഹതയില്ലായിരുന്നു കഴിഞ്ഞ വർഷം, പക്ഷെ മുൻകൂട്ടി കിട്ടിയതാണ്. അത് ഏത് വർഷത്തേക്കുള്ളതാണ്? ഈ വർഷത്തേക്കുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയതാണ്, ഈ വർഷത്തേക്കുള്ളതാണ്. കഴിഞ്ഞ വർഷം കിട്ടിയതെന്ന് പറയുമ്പോൾ ഈ വർഷം കിട്ടിയതിനകത്ത് ഉണ്ടാവുമോ? ഇല്ല. ഇത് റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ, ഈ വർഷം കിട്ടിയതാണ്. ഇതിനകത്ത് ഇതില്ല. പക്ഷെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ അത് ഏത് വർഷത്തേക്ക് ഉള്ളതാണ്? കഴിഞ്ഞ വർഷത്തേക്കുള്ളതല്ല, ഇത് അഡ്വാൻസ് ഓപ്പണിംഗ് ആണ്. അത് ഈ വർഷത്തേക്കുള്ളതായതുകൊണ്ട് അത് എന്ത് ചെയ്യേണ്ട ഐറ്റമാണ്? ആഡ് ചെയ്യണം. ഈ ₹400 ആഡ് ചെയ്യുക. ഇനി അടുത്തായിട്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്.
അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനിക്കുന്ന സമയത്ത് ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ്, അതായത് ഈ വർഷം അവസാനിക്കുകയാണ്. അത് മാർച്ച് 31 കഴിഞ്ഞാണ് നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഈ അക്കൗണ്ടിംഗ് ഇയർ അവസാനിച്ച സമയത്ത് എന്താണ് അഡ്വാൻസ് ഉണ്ട്. അപ്പൊ ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ, മുൻകൂട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഈ വർഷത്തേക്കുള്ളതല്ല, അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പൊ അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് ക്ലോസിംഗിലെ അഡ്വാൻസ് എന്ന് പറയുന്നത്, അക്കൗണ്ടിംഗ് ഇയറിന്റെ ക്ലോസിംഗിലെ അഡ്വാൻസ് അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പൊ അത് നമുക്ക് കിട്ടിയതിനകത്തുണ്ട്. റിസീവ്ഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ്, കിട്ടിയതാണ്. ഇൻ അഡ്വാൻസ് ഓൺ ക്ലോസിംഗ് ഡേറ്റിൽ കിട്ടിയത്. അപ്പൊ ഈ കിട്ടിയതിനകത്ത് 30 രൂപ ഏത് വർഷത്തെയാണ്, അടുത്ത വർഷത്തേക്കുള്ളതാണ്. അത് നമ്മൾ ഈ വർഷത്തെ ഇൻകമായിട്ട് കാണിക്കാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നും മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലത്തിലേക്ക് എഴുതാൻ. അപ്പൊ നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് എഴുതേണ്ടത്. ആടെന്ന് എഴുതി നമ്മൾ ഓരോന്നിനും. അപ്പൊ അതിലേതാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് ലെസ് ചെയ്യാനാണ് പറഞ്ഞത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റിൽ കിട്ടാനുള്ളത്, ഈ വർഷത്തെ ഇനിയും കിട്ടാനുള്ളത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അത് അങ്ങനെ എഴുതണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ്, ഇന്നർ കോളത്തിൽ എഴുതാം. ഇന്നർ കോളത്തിൽ എഴുതി ടോട്ടൽ എഴുതിയാണ്. ഓൺ ക്ലോസിംഗ് ഡേറ്റ് എമൗണ്ട് എത്രയാണ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് 1300. അപ്പം അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിംഗ് ഇയർ ബിഗിനിങ് അല്ലെ കഴിഞ്ഞ വർഷത്തെയാണ്. കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് ഏത് വർഷത്തെയാണ്, ഈ വർഷത്തേക്കുള്ളതാണ്. കഴിഞ്ഞ വർഷമാണ് കിട്ടിയത്, പക്ഷെ ഈ വർഷത്തെ ഇൻകമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും ആഡ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ received in advance on opening date. ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് അത് ഈ വർഷത്തെയാണ്. കഴിഞ്ഞ വർഷം കിട്ടിയതാണ് അഡ്വാൻസ് ആയിട്ട് 400 രൂപ. അതും ആഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ടുകൂടെ ഇങ്ങനെ ഇന്നർ കോളത്തിൽ എഴുതി കൂട്ടി നമ്മൾ ഇങ്ങോട്ട് എഴുതണം. 1300 400 1700. ഇനി അത് കൂട്ടി റിസീവ് ഡ്യൂറിംഗ് ദി ഇയർ കൂട്ടി എഴുതുക. 10500. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെസ് ചെയ്യാൻ നമ്മൾ രണ്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഈ അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിൽ കിട്ടാനുണ്ടായിരുന്നത്. അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിൽ കിട്ടാനുള്ളത് കഴിഞ്ഞ വർഷത്തെ കിട്ടാനുള്ളതാണ്. അത് ഈ വർഷം കിട്ടിയതിനകത്ത് ഉണ്ടാവും. അത് ഈ വർഷത്തെ ഇൻകം അല്ലാത്തതുകൊണ്ട് അത് ലെസ് ചെയ്യണം. അപ്പൊ അടുത്ത ലെസ് എന്ന് എഴുതണം. ടെസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് നോക്കണം. 1200. കഴിഞ്ഞ വർഷത്തെ കിട്ടാനുള്ളതാണ്. അത് ഈ വർഷം കിട്ടിയതിനകത്ത് ഉണ്ടാവും. അത് ഈ വർഷത്തെ ഇൻകം അല്ലാത്തതുകൊണ്ടാണ് കുറയ്ക്കുന്നത്. ഇനി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റിലെ അഡ്വാൻസ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗിന്റെ അവസാനം. അത് അടുത്ത വർഷത്തേക്ക് വേണ്ടി കിട്ടിയതാണ്. ഈ വർഷത്തെ ഇൻകം അല്ല. അതുകൊണ്ട് അത് ലെസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കിട്ടിയതാണ്, റിസീവ്ഡ് ആണ്. എത്രയാണ്? 30 രൂപയാണ്. അപ്പൊ അതും ഇതുപോലെ വരച്ച് ടോട്ടൽ ചെയ്ത് ഇങ്ങോട്ട് എഴുതാം. 1230. അപ്പൊ ഇനി ഈ ഇതിൽ നിന്ന് ഇത് ലെസ് ചെയ്ത് എഴുതുക. 7 3 1 3 2 5 7
അപ്പൊ 10,270 കിട്ടി. ഈ തുകയാണ് സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പം നമ്മള് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സൈഡ് ഇൻകം ആയിട്ട് കാണിക്കേണ്ടത് ഒരിക്കലും ഈ വർഷം കിട്ടിയ 9,500 അല്ല. ഇതുപോലെ ഉള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞുള്ള ഈ തുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ വർഷത്തെ ഇൻകം ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ അതിന് നേരെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ credited to income and expenditure account. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതായിട്ട് പറയാനുള്ള കാര്യം. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണേ മറ്റൊരു വഴിയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് 4 കാര്യമാണല്ലോ. റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ആണ്. പിന്നെ ആഡ് ചെയ്യേണ്ടത് ലെസ് ചെയ്യേണ്ടത് നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യണം ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടില്ല. ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷത്തെ ഇനി കിട്ടാനുള്ളത് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്തായിരിക്കും? ലെസ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തെ ലെസ് ചെയ്യണം. ഇനി അഡ്വാൻസ് ആണ്. ക്ലോസിംഗിലെ അഡ്വാൻസ് എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കാ. അപ്പൊ അതെന്ത് ചെയ്യും? ലെസ് ചെയ്യണം. അടുത്ത വർഷത്തേക്ക് കിട്ടിയാൽ ലെസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗിലെ അഡ്വാൻസ് എന്ത് ചെയ്യണം? ഓപ്പണിംഗിലെ അഡ്വാൻസ് കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് പ്ലസ് ചെയ്യണം. അപ്പൊ ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ജസ്റ്റ് 2 കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ബാക്കി എഴുതാം. ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. അപ്പൊ ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യണം. അതുപോലെ ക്ലോസിംഗിലെ അഡ്വാൻസ് അടുത്ത വർഷത്തേക്ക് കിട്ടിയത് ലെസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗിലെ അഡ്വാൻസ് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പൊ ഈ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ ഈ 5 പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. റിസീവ് ഡ്യൂറിംഗ് ദ ഇയർ ബേസ് ചെയ്ത് എഴുതുക. ക്ലോസിംഗിലെ അഡ്വാൻസ് ആഡ് ചെയ്യുക. ഓപ്പണിംഗിലെ അഡ്വാൻസ് എന്ത് ചെയ്യാം? ക്ലോസിംഗിലെ അഡ്വാൻസ് ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക. ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുക. ക്ലോസിംഗിലെ അഡ്വാൻസ് ലെസ് ചെയ്യുക. ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് ഓർത്തിരിക്കാൻ സാധിക്കും. ഇതിൽ ഈ 2 കാര്യങ്ങൾ ആദ്യം പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷന്റെ ട്രീറ്റ്മെന്റ് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.